ഹലോ സഹോദരങ്ങളെ, നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഓൾറെഡി കുറച്ച് കോഴികളുണ്ട്. കോഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ളൂ, 10 കോഴികളുണ്ട്. അത് 2 തരം വെറൈറ്റീസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കരിങ്കോഴിയും പിന്നെ സാധാ നാടൻ കോഴിയും. കരിങ്കോഴി ആകെ 2 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു പെറ്റ് ഷോപ്പിൽ പോയതാണ്. അപ്പോൾ അവിടെ കുറേ താറാവ് കുഞ്ഞുങ്ങൾ, നല്ല രസം, ഈ മഞ്ഞയും കറുപ്പും കളറായിട്ടുള്ള താറാവ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, ഇത് എന്ത് താറാവ് കുഞ്ഞുങ്ങളാണ്? അപ്പോൾ ആളാണ് പറഞ്ഞത്, ഇത് പറക്കും താറാവാണ്, അതായത് ഫ്ലൈയിങ് ഡക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ 3 വാങ്ങിച്ചാണ് കേട്ടോ. ഇവർക്ക് കൂട്ടിൽ നിന്ന് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടായ കാരണം 2 ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കേണ്ട ആവശ്യമില്ല, ഒരു ചാടി കയറണതാണ് വളരല്ലേ. ചാടി കയറലും ചാടി ഇറങ്ങലൊക്കെ അവർക്ക് സാധാരണമാണ്. എന്നാലും ഒരു ചെറിയൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വെച്ചു. ഒരു ചിറകിൻ്റെ മേലെ കണ്ട, ചിറകിൻ്റെ മേലത്തെ തൂവൽ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഏകദേശം പൂർണ്ണ വളർച്ചെത്താറാകുമ്പോഴാണ് കുട്ടികളുടെ ചിറകുമ്മൽ തൂവൽ വന്നു തുടങ്ങാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ചിറകിൻ്റെ ആ ഭാഗത്തിന് മേലെ വേറെ ടൈപ്പ് തൂവലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവർ വാലുമത്തെ ഒരു തൂവലിൻ്റെ പോലത്തെ ഇതും വരുന്നുണ്ട് ഇപ്പോൾ, കാണുന്നില്ലേ? 3 പേരും വാലുമ വേറെ ടൈപ്പ്. ഇവരൊരു 2 ആഴ്ച മുമ്പിട്ടാണ് അത്യാവശ്യം വളർച്ച തുടങ്ങിയത് ഈ തൂവലിൻ്റെ വാലുമത്തെ. എന്തേ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇരിക്കാനും എഴുന്നേൽക്കാനും കാല് ജസ്റ്റ് മടക്കിയാൽ മതി. അവിടെ ഇരിക്കാം, അപ്പം തന്നെ എഴുന്നേൽക്കാം. വെയിലൊക്കെ കൊണ്ടോ നല്ലതാ. എന്തേ മതിയാ? തിരിച്ചു കയറുക, തിരിച്ചു കയറാൻ പോവാ. നോക്ക് കാക്കയുടെ സൗണ്ട് കേട്ടപ്പോൾ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ സൗണ്ട്, അതിലൊന്ന് നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ സ്കൂളുണ്ട്. ആ സ്കൂളിലത്തെ പിള്ളേരുടെ സൗണ്ടാണ് കേൾക്കണത്. സ്കൂളിൻ്റെ സമയത്ത് ഫുള്ള് ഈ സൗണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കും. ഇവർ കറങ്ങി കടന്ന്, ഇവർക്കിപ്പോൾ വെള്ളം നമ്മളിവിടെ അഴിച്ചു വിട്ടിട്ടില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കും ഇവർ. ഇവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ടബ് കൂടെ വെച്ചത് വേണ്ട, ടബ് കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരിപ്പോൾ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആദ്യം ഒന്ന് കറങ്ങി കിടന്ന് ലാസ്റ്റാണ് ഇവർ വെള്ളത്തേക്ക് ഇറങ്ങുക. ഇവർക്കുള്ളൊരു കുളം നമുക്ക് സെറ്റാക്കണം. ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് ഷീറ്റ് വിരിച്ചിട്ട് വെള്ളം നിറച്ചിടണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.